പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ 8ാം ക്ലാസ്സിലെ സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിലെ 1ാമത്തെ പാഠം പ്രകൃതിയുടെ മനോഹാരിതയെക്കുറിച്ചായിരുന്നു. ആ മനോഹാരിത വർണ്ണിച്ചു കഴിഞ്ഞതിന് ശേഷം ഒടുവിൽ നമ്മളോട് പറഞ്ഞു, അങ്ങനെയുള്ള പ്രകൃതിയുടെ സൗന്ദര്യത്തെ സംരക്ഷിക്കേണ്ടത്, പരിപാലിക്കേണ്ടത് നമ്മുടെ ചുമതലയാണെന്ന്. തീർച്ചയായിട്ടും നമ്മുടെ ചുമതലയാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ പഠന പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു. 2ാമത്തെ പാഠത്തിൽ ഇത്ര മനോഹരമായ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഫുള്ളായിട്ട് പറഞ്ഞില്ല. എങ്ങനെയൊക്കെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞില്ല. വനം സംരക്ഷിക്കാതെ ചിലർ മരം മുറിക്കുകയൊക്കെ ചെയ്യുമ്പോഴുണ്ടാകാവുന്ന വനത്തിലെ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്നു എന്നുള്ള ഒരു കാര്യം. ആ മയൂരത്തിൻ്റെ കൂട് തകർന്നു. മനുഷ്യൻ മരം മുറിച്ചപ്പോൾ മയൂരത്തിൻ്റെ കൂട് തകർന്നതും ആ മയൂരത്തിന് സങ്കടം വന്നതും എല്ലാ ജീവജാലങ്ങളും ഒത്തുകൂടിയിട്ട് ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ദ്യുമം വിന വനം കഥം, മരമില്ലെങ്കിൽ വനം എവിടെ? വനമില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതവും സുരക്ഷിതമാകില്ല. അതുകൊണ്ട് വനത്തെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ വനസംരക്ഷണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. വനസംരക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു പാരഗ്രാഫ് ഞാൻ അയച്ചു തന്നതായിട്ടാണ് ഓർക്കുന്നത്. പഠന പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിവാർത്താഹ എന്ന 3ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഇതിവാർത്താഹ എന്നുള്ള ആ ഇത് തലക്കെട്ട്, ഹെഡിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എപ്പോഴാണ് കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ എപ്പോൾ കേട്ടു എന്ന് നിങ്ങൾ ചോദിക്കും. നിങ്ങൾ നമ്മുടെ ആകാശവാണിയിൽ രാവിലെ 6:55 വാർത്തയുണ്ട്, സംസ്കൃത വാർത്തയുണ്ട്. ആ വാർത്ത തീരുമ്പോൾ ഇതി വാർത്താഹ എന്ന് പറയാറുണ്ട്. ഇത്രത്തോളമാണ് വാർത്തകൾ, ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ. അതുപോലെ ആകാശവാണിയിൽ 6:20 വാർത്തയുണ്ട്. ഈ രാവിലെ 6:55 വാർത്ത കഴിഞ്ഞാൽ വൈകുന്നേരം 6:20 വാർത്തയുണ്ട്. അത് എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് വാർത്താഹ എന്നുള്ളത് കേൾക്കാൻ സാധ്യതയുണ്ട്. ഇനി ടി വിയിലെ ദൂരദർശനത്തിലെ സംസ്കൃത വാർത്ത രാവിലെ 7:25 പിന്നെ ദൂരദർശനത്തിൽ തന്നെ വാർത്താവലി എന്ന പേരിൽ ശനിയാഴ്ച വൈകുന്നേരം 6:30 അപ്പോഴൊക്കെ വാർത്ത തീരുമ്പോൾ പറയുന്ന ഒരു സെൻറ്റൻസാണ് ഇതി വാർത്താഹ. ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ, അല്ലെങ്കിൽ ഇത്രത്തോളമാണ് വാർത്തകൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് നോക്കാം. ഇതി വാർത്താഹ. പ്രിയ ഛാത്രാഹ ഭവന്തഃ വാർത്താപത്രികദ്വാരാ ആകാശവാണി ദൂരദർശന അന്തർജാലികദ്വാരാ ച വാർത്താഹ ശൃണ്വന്തി കില. പ്രിയ ഛാത്രാഹ, പ്രിയപ്പെട്ട കുട്ടികളെ, ഭവന്തഃ നിങ്ങൾ, ഭവാന്മാർ, വാർത്താപത്രികദ്വാര വർത്തമാനപത്രത്തിലൂടെയും, ന്യൂസ് പേപ്പറിലൂടെയും എന്നർത്ഥം. ദ്വാര എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ വഴിയും, ആകാശവാണി റേഡിയോ, ദൂരദർശന TV, അന്തർജാലികദ്വാര ഇൻ്റർനെറ്റ് വഴിയും വാർത്താഹ ശൃണ്വന്തി കില വാർത്തകൾ കേൾക്കാറുണ്ടല്ലോ. കഥം ഈദൃശീഹി വാർത്താഹ സജ്ജീകുർവന്തി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ സജ്ജീകരിക്കുന്നത്? ഇതി ചിന്തിതവന്തഃ കിം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ന കേവലം സംസ്കൃത ഭാഷാ വാർത്താഹ, സംസ്കൃത ഭാഷയിലുള്ള വാർത്തകൾ മാത്രമല്ല, അവിതോ എന്നാൽ ഇതര ഭാഷാ വാർത്താഹ മറ്റ് ഭാഷകളിലെ വാർത്തയും അന്തർജാല മാധ്യമദ്വാര ഇൻ്റർനെറ്റിലൂടെ ലോകേ സർവത്ര പ്രസരന്തി ലോകത്തെല്ലായിടത്തും വ്യാപിക്കുന്നുണ്ട്. നമ്മൾ പത്രം മാത്രമല്ല നമ്മൾ വായിക്കുന്നത്, നമ്മുടെ ഫോണിൽ വരുന്ന, ഗൂഗിളിലും മറ്റും വരുന്ന ന്യൂസും ഒക്കെ നമ്മൾ വായിക്കാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്, അറിയാറുണ്ട്. ആ കാര്യമാണ് പറഞ്ഞത്. അന്തർജാല മാധ്യമദ്വാര അന്തർജാല മാധ്യമത്തിലൂടെയും വാർത്തകൾ പ്രസരിക്കുന്നുണ്ട്. അന്തർജാല മാധ്യമത്തിലൂടെ പ്രസരിക്കുന്ന വാർത്തകളെ കുറിച്ചൊക്കെ ഇപ്പോൾ പറയും. ഇദാനീന്തന കാലേ ഈ കാലഘട്ടത്തിൽ പരിസ്ഥിതി സമസ്യാഹ പരിസ്ഥിതി പ്രശ്നങ്ങൾ
പരിസ്ഥിതി സംരക്ഷിക്കാത്തത് കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വർദ്ധമാനാഹ ദൃശ്യന്തേ, വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് പരിസ്ഥിതിയെ സംരക്ഷിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിവൃഷ്ടിയ, അതിവൃഷ്ടി എന്ന് പറഞ്ഞാൽ മഴയുടെ കൂടുതൽ മഴ പെയ്യുന്നത് കൊണ്ടും, ജലോപപ്ലവേന വെള്ളപ്പൊക്കം കൊണ്ടും, മൃത്പാതേന മണ്ണിടിച്ചിൽ കൊണ്ടും, പ്രചണ്ഡവാതേന കൊടുങ്കാറ്റ് കൊണ്ടും, ജനജീവനം സാമാന്യേന ദുഷ്കരം സംജാതം, ജനജീവിതം ഇപ്പോൾ ഒരു ദുഷ്കരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാമാന്യേന ഏകദേശം ദുഷ്കരം സംജാതം, ദുഷ്കരമായി തീർന്നിരിക്കുകയാണ്. കിം ഏതേഷാം കാരണം, ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? അതിവൃഷ്ടി ഉണ്ടാകുന്നു, വെള്ളപ്പൊക്കമുണ്ടാകുന്നു, മൃത്പാതം മണ്ണിടിച്ചിലുണ്ടാകുന്നു, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, കൊടുങ്കാറ്റുണ്ടാകുന്നു. ഇതുകൊണ്ടൊക്കെ ജനങ്ങൾ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനജീവിതം ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ്, ജനജീവിതം ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുകയാണ്. കിമേതേഷാം കാരണം, ഇതിൻ്റെ കാരണം, ഇതിൻ്റെ എല്ലാം കാരണം എന്തായിരിക്കാം? കഥം ഏതത് നിവാരയിതും ശക്യതേ, എങ്ങനെ ഇത് നിവാരണം ചെയ്യാം, എങ്ങനെ ഇതിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാം? അപ്പോൾ എങ്ങനെയൊക്കെ തടയാം എന്നുള്ളതാണ്. വിഭവാനാം മിതോപഭോഗേന, പ്രകൃതിയിൽ ധാരാളം വിഭവങ്ങളുണ്ട്. പ്രകൃതി തന്നെ ഒരു വിഭവമാണ്. ഭൂമി തന്നെ നമുക്ക് നമ്മുടെ ജീവനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം തരുന്ന ഒരു സ്ഥലമാണ് ഭൂമി. നമ്മളെ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ നമുക്ക് എല്ലാം ഉണ്ട് എന്നർത്ഥം. അത് മിതമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ആഗോളതാപനസ്യ ന്യൂനീകരണ പ്രവർത്തനേന, ആഗോളതാപനം ഇല്ലാതെയാക്കുക, അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരിക. ഇതിനൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾ സയൻസിലും മറ്റും പഠിക്കുന്നുണ്ട്. ആഗോളതാപനം വർദ്ധിച്ചു വരുന്നതിൻ്റെ കാരണങ്ങൾ പഠിക്കുന്നുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആഗോളതാപനസ്യ ന്യൂനീകരണ പ്രവർത്തനേന പ്രകൃതി സംരക്ഷണ പ്രവർത്തനേന ച, പ്രകൃതിയിലെ സന്തുലിതാവസ്ഥയിൽ പ്രകൃതി മുന്നോട്ട് പോകത്തക്ക രീതിയിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടും, പര്യാവരണ സമസ്യാഹ, പരിസ്ഥിതി പ്രശ്നങ്ങൾ പ്രായേണ പരിഹർത്തും ശക്യന്തേ, മിക്കവാറും പരിഹരിക്കാൻ നമുക്ക് കഴിയും എന്നാണ്. അടുത്തത് ഒരു വാർത്ത കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായ വാർത്തയാണ്. അവിടെ വാർത്ത എന്ന് സംഭവിച്ചെന്ന് കൊടുത്തിട്ടുണ്ട്. 31/7/2024, കഴിഞ്ഞ കൊല്ലം ജൂലൈ 31 ഉണ്ടായ കാര്യമാണ് മുഖ്യ വാർത്തയായിട്ട്. വയനാട് മുണ്ടക്കൈ ചൂരമല പ്രദേശേഷു, വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരമല തുടങ്ങിയ സ്ഥലങ്ങളിൽ ഭൂസ്ഖലനം അഭവത്, ഉരുൾപൊട്ടലുണ്ടായി. ഇതാനീം മൃതജനാനാം സംഖ്യ, ഇപ്പോൾ ആ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ സംഖ്യ, മരിച്ചവരുടെ എണ്ണം 225 എന്ന് കൊടുത്തിരിക്കുന്നു. അത് നമുക്ക് 225 എങ്ങനെയാണ് വായിക്കുക? 25 5,25 അതാണ് 225. 25 സംജാത, 225 അല്ലെങ്കിൽ 225 ആയിത്തീർന്നിട്ടുണ്ട് എന്നാണ് സംജാത. സംഖ്യ എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ട് സംജാത എന്ന് സ്ത്രീലിംഗം കൊടുത്തോടെ. അതാണ് ഇതാനീം മൃതജനാനാം സംഖ്യ, ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം 25,200 സംജാത. ഈ സംഖ്യയൊക്കെ സംസ്കൃതത്തിൽ വായിക്കാനുള്ളത് പഠിക്കണേ. അപ്രത്യക്ഷേഷു, കാണാതായവരിൽ 155 എന്ന് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ വായിക്കുക? 50 ആണ് 50. 5,50 എന്നാണത് വായിക്കുക. 5,50 ജനാനാം മൃതദേഹാഹ രക്ഷിജനൈഃ പരിദൃഷ്ടാഹ, കാണാതായവരിൽ 155 ആളുകളുടെ മൃതദേഹം രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തിരിക്കുന്നു, രക്ഷാപ്രവർത്തകരാൽ കാണപ്പെട്ടിരിക്കുന്നു. പരിദൃഷ്ടാഹ, അവർ കണ്ടെടുത്തു എന്നർത്ഥം. തിരോഭൂതേഷു, കാണാതെയായവരിൽ അവിടെ 28 എന്ന് കൊടുത്തിട്ടുണ്ട്. 28 ജനാനാം അവസ്ഥ,
ഇതോ വിജ്ഞാതവ്യ 28 പേരുടെ കാര്യം ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. അവരെക്കുറിച്ച് ഒരറിവുമില്ല എന്നർത്ഥം. തേഷു കാണാതായവരിൽ 17 ശിശവശ്ചാന്തർഭവതി. 17 എന്നെങ്ങനെ പറയും? സപ്തദശ. തേഷു സപ്തദശ ശിശവശ്ച അന്തർഭവന്തി. അവരിൽ 17 പേർ കുട്ടികളുമാണ്. ഇനി ഒന്നുകൂടി ആ ഭാഗം വായിക്കാം. വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശേഷു ഭൂസ്ഖലനം അഭവത്. ഇതാനീം മൃതജനാനാം സംഖ്യ 25,000 സംജാത. അപ്രത്യക്ഷേഷു 55,100 ജനാനാം മൃതദേഹാഃ രക്ഷിജനൈഃ പരിദൃഷ്ടാഃ. തിരോഭൂതേഷു 28 ജനാനാം അവസ്ഥ ഇതോപി ജ്ഞാതവ്യ. തേഷു സപ്തദശ ശിശവശ്ച അന്തർഭവന്തി. ഇനി അടുത്ത പിറ്റേ ദിവസത്തെ വാർത്ത കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓഗസ്റ്റ് 1-ാം തീയതി 24-ാം ആണ്ടിലെ സ്ഥലസേന. സ്ഥലസേന എന്ന് പറഞ്ഞാൽ കരസേന. ദേശീയ ദുരന്ത നിവാരണ സേന. നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കാണ് ദേശീയ ദുരന്ത നിവാരണ സേന. അതായത് ദേശത്ത്, നാട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ദുരന്തമുണ്ടായാൽ അതിനെ ചെറുത്തു നിൽക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അതിൽ അപകടം സംഭവിച്ചവരെ രക്ഷിക്കേണ്ട പ്രവർത്തനമൊക്കെ ചെയ്യുന്നവരാണ് ദേശീയ ദുരന്ത നിവാരണ സേന. അഗ്നിരക്ഷാസേന, അഗ്നിരക്ഷാ പ്രവർത്തകർ. കോഴിക്കോട് കണ്ണൂർ മണ്ഡലസ്ഥാഹ. കോഴിക്കോട്, കണ്ണൂർ എന്നീ പ്രദേശങ്ങളിലുള്ള വിശേഷ പ്രശിക്ഷിതാഹ. വിശേഷിച്ച് പരിചയം നേടിയ ആളുകൾ, പരിശീലനം സിദ്ധിച്ച ആളുകൾ, അതാണ് വിശേഷ പ്രശിക്ഷിതാഹ. വിശേഷിച്ച് പരിശീലനം, ഇത്തരം സന്ദർഭങ്ങളിൽ പെട്ടെന്ന് പ്രവർത്തനങ്ങൾ നടത്തുവാൻ തക്ക രീതിയിൽ വിശേഷിച്ച് പരിശീലനം ലഭിച്ച ആളുകൾ. രക്ഷാസംഘാശ്ച. മരിച്ച ആളുകളെ അല്ലെങ്കിൽ പരിക്ക് പറ്റിയവരെയൊക്കെ രക്ഷിക്കുവാൻ സന്നദ്ധരായിട്ടുള്ള രക്ഷാസംഘങ്ങളും. രക്ഷാപ്രവർത്തനെ നേതൃത്വമാവഹന്തി. നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശേഷു, ആ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രദേശവാസിനഹ, ആ പ്രദേശത്തുള്ളവരും. ഇതരെ, മറ്റ്. സന്നദ്ധ പ്രവർത്തകാശ്ച, സന്നദ്ധ പ്രവർത്തകരും. ദുരന്തമുഖേ സേവനനിരതാഹ വർത്തന്തി. ദുരന്തമുഖത്ത്, ദുരന്തം നടന്ന സ്ഥലത്ത് സേവനനിരതാഹ വർത്തന്തി, സേവനം ചെയ്യുന്നതിൽ മുഴുകിയിരിക്കുന്നു. അവരും എല്ലാ തരത്തിലുള്ള സേവനവും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭവന്തഃ സർവേ വാർത്താം ദൃഷ്ടവന്തഃ ശ്രുതവന്തഃ ഖലു. നിങ്ങളെല്ലാവരും, ഭവന്തഃ സർവേ, നിങ്ങളെല്ലാവരും, വാർത്താം ദൃഷ്ടവന്തഃ ശ്രുതവന്തഃ ച ഖലു, ഈ വാർത്ത കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ലോകേ ഈദൃശ്യഃ വാർത്താഃ വർദ്ധന്തേ കില. ലോകത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ വർദ്ധന്തേ കില, വർദ്ധിച്ചു വരികയല്ലേ. ഈദൃശി എന്നുള്ള വാക്കിൻ്റെ ബഹുവചനമാണ് ഈദൃശ്യഃ. ഈദൃശി, ഈദൃശ്യവും ഈദൃശ്യഃ. അത് വാർത്ത എന്ന പദത്തിൻ്റെ വിശേഷണമായതുകൊണ്ട് സ്ത്രീലിംഗത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു. പുല്ലിംഗത്തിലാണെങ്കിൽ ഈദൃശഃ, ഈദൃശവും ഈദൃശാഹ എന്ന് വന്നേനെ. നപുംസലിംഗത്തിലാണെങ്കിൽ ഈദൃശം, ഈദൃശേ, ഈദൃശാനി എന്ന് വന്നേനെ. ഇവിടെ വാർത്ത സ്ത്രീലിംഗമായതുകൊണ്ട് അതിൻ്റെ വിശേഷണം ഈദൃശി, അതിൻ്റെ ഒരു ബഹുവചനമാണ്. ഈദൃശ്യഃ വാർത്താഹ, ഇത്തരത്തിലുള്ള വാർത്താഹ വർദ്ധന്തേ കില, വാർത്തകൾ വർദ്ധിച്ചു വരികയാണല്ലോ. ആഗോളതാപനം, വനനശീകരണം, മൃത്ഖനനം, ദുർബല ഭൂപ്രദേശേഷു ബൃഹൻ നിർമ്മാണ പ്രവർത്തനാനി ച പാരിസ്ഥിതിക ദുരന്താനാം ഹേതവഃ ഇതി അഭിജ്ഞാഃ വദന്തി. അഭിജ്ഞാഃ വദന്തി, അഭിജ്ഞന്മാർ പറയുന്നു, അറിവുള്ള ആളുകൾ പറയുന്നു. അറിവുള്ള ആളുകൾ എന്താ പറയുന്നത്? ഹേതവഃ, കാരണങ്ങൾ. എന്തിൻ്റെയൊക്കെ കാരണങ്ങൾ? ആഗോളതാപനം കാരണം എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതിക ദുരന്തങ്ങളുടെ കാരണം അറിവുള്ളവർ പറയുന്നത് ഇതൊക്കെയാണ്. ഏതൊക്കെയാണ് പാരിസ്ഥിതിക ദുരന്തങ്ങളുടെ കാരണം? ആഗോളതാപനം, വനനശീകരണം. ആഗോളതാപനം നിങ്ങൾക്കറിയാം,
വനനശീകരണം, വനത്തെ നശിപ്പിക്കൽ. മൃദ്ഖനനം, മണ്ണ് കുഴിച്ചെടുക്കുക. അതായത് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് പർവ്വത പ്രദേശങ്ങളൊക്കെ നിരപ്പാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് മൃദ്ഖനനം. ദുർബല ഭൂപ്രദേശേഷു, ദുർബല ഭൂപ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ അതായത് പർവ്വത മേഖലയിലൊക്കെ ചില സ്ഥലങ്ങളിൽ അത് അങ്ങനെ തന്നെ നിൽക്കാതെ മണ്ണൊക്കെ മാറ്റുകയൊക്കെ ചെയ്താൽ അവിടെ ദുരന്തങ്ങൾ സംഭവിക്കാനിടയുണ്ട്, ഉരുൾപൊട്ടാനിടയുണ്ട്. അങ്ങനെയുള്ള പാരിസ്ഥിതികമായിട്ട് ദുർബലമായിരിക്കുന്ന പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനമാണ്. വമ്പൻ വമ്പൻ കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടി അവിടെ മലകൾ ഇടിച്ച് നിരത്തുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം പാരിസ്ഥിതിക ദുരന്താനാം ഹേതവഹ, പരിസ്ഥിതി ദുരന്തങ്ങൾ, ഇപ്പം മണ്ണിടിച്ചിൽ, പിന്നെ ഉരുൾപൊട്ടൽ മുതലായിട്ടുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങൾക്കുള്ള ഹേതവഹ, ഹേതുഹു കാരണം, അതിൻ്റെ ബഹുവചനമാണ് ഹേതവഹ. 3-4 കാരണങ്ങളുള്ളത് കൊണ്ട് ഹേതവഹ, ഹേതുഹു ഹേതു ഹേതവഹ, ഗുരുഹു ഗുരു ഗുരവഹ എന്നുള്ളതുപോലെ ഹേതവഹ. അപ്പോൾ പാരിസ്ഥിതിക ദുരന്തങ്ങളുടെ കാരണങ്ങൾ ആഗോളതാപനം, വനനശീകരണം, മൃദ്ഖനനം, ദുർബല ഭൂപ്രദേശേഷു നിർമ്മാണ പ്രവർത്തനാനി ച, ബൃഹത്തായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, വലിയ 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 വമ്പൻ കെട്ടിടങ്ങൾ, ഫ്ലാറ്റുകളൊക്കെ പണിയുന്ന, ഫ്ലാറ്റുകളൊക്കെ പണിയാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണമല്ലോ. അത്രയും ഒത്തിരി നിലകളുള്ള കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ട് ഭൂമി ഒരുപാട് കുഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ മണ്ണിടിച്ചിലിനും അല്ലെങ്കിൽ ഉരുൾപൊട്ടലിനും ഭൂകമ്പത്തിനും ഒക്കെ കാരണമായി തീരും, ആഗോളതാപനത്തിനൊക്കെ കാരണമായി തീരും എന്നാണ് അഭിജ്ഞാഹ വദന്തി, അഭിജ്ഞന്മാർ പറയുന്നത്. ഏതാസാം സമസ്യാനാം പരിഹാരാർത്ഥം, ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനായിട്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി കിം കിം കർത്തും ശക്യതേ, എന്തെന്തൊക്കെ ചെയ്യാൻ കഴിയും. ചർച്ചാം കുറുവന്തോ, നിങ്ങൾ കുട്ടികൾ ചർച്ച ചെയ്യൂ. ചർച്ച ചെയ്തിട്ട് കണ്ടെത്തേണ്ട കാര്യങ്ങൾ ഇവിടെ കുറച്ച് നമുക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അനുവർത്തനീയാനി കാര്യാണി നിരുദ്ധാനി കാര്യാണി. അനുവർത്തനീയാനി കാര്യാണെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ മനുഷ്യർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ചർച്ച ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് അനുവർത്തനീയാനി കാര്യാണി. ഇനി നിരുദ്ധാനി കാര്യാണി, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വലതുവശത്തും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് നോക്കാം. അനുവർത്തനീയങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനാനി, ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനാനി. ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വനങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്. വനത്തിൽ നിന്ന് നമുക്ക് വനത്തിൽ നിന്ന് നല്ല വൃക്ഷങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രാണവായു കിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വനം എന്ന് പറയുന്നത് ധാരാളം വൃക്ഷങ്ങളുടെ ഒരു സങ്കേത സ്ഥലമാണ്. അവിടെ ധാരാളം ജീവജാലങ്ങൾ വസിക്കുന്നുണ്ട്. ആ ജീവജാലങ്ങൾ നിലനിർത്തേണ്ടത് ആവശ്യമുണ്ട്. അതാണ് ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനാണ്. ജൈവ വൈവിധ്യ സംരക്ഷണം, അതായത് ഇപ്പം മണ്ണാണെങ്കിലും മണ്ണിടിച്ചിടാൻ പാടില്ല, അല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ വമ്പൻ കെട്ടിടങ്ങൾ ദുർബല പ്രദേശങ്ങളിൽ പണിത് കൂട്ടാൻ പാടില്ല, വന്യജീവികളെ നശിപ്പിച്ച് കളയാൻ പാടില്ല. വന്യജീവികൾ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയുടെ സന്തുലനത്തിന് അവരെ ഏറെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ ഒന്നും നശിപ്പിച്ചുകൂടാ. അതാണ് ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനാനി. ഇനി സൗരോർജ പരിയോജനാനാം പ്രോത്സാഹനം, സൗരോർജം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പരിപാടികളെ പ്രോത്സാഹിപ്പിക്കൽ. കാർബൺ രഹിത ഇന്ധനാനാം ഉപയോഗ, കാർബൺ രഹിതമായിട്ടുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ അന്തരീക്ഷം മലിനപ്പെടാതെ ഇരിക്കും. അതായത് കാർബൺ കൂടുതലായാൽ ശ്വാസതടസ്സവും മറ്റും നമുക്ക് അനുഭവപ്പെടുമല്ലോ. അപ്പോൾ കാർബണിൻ്റെ ഓക്സിജൻ്റെ ഒരു സന്തുലിതാവസ്ഥ ഇവിടെ ഉണ്ടാകത്തക്ക രീതിയിൽ കാർബൺ രഹിത ഇന്ധനാനാം ഉപയോഗ. ഈ സൗരോർജ പരിയോജനാനാം പ്രോത്സാഹനം അതുപോലെ തന്നെയാണ്. സൂര്യനിൽ നിന്ന് കിട്ടുന്ന പ്രകാശത്തിൽ നിന്നുള്ള ഊർജം നമ്മൾ ഉപയോഗിക്കുക, അതിനെ ഉപയോഗിക്കത്തക്ക രീതിയിൽ അതിന് വേണ്ടത് ചെയ്യുക. ഇപ്പോൾ സോളാറും മറ്റൊക്കെയുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ പ്രകൃതി സംരക്ഷണത്തിന് വളരെയേറെ പ്രയോജനപ്പെടുന്നവയാണ്. അതായത് അന്തരീക്ഷ മലിനീകരണം തടയാനുമൊക്കെ. ഇനി വിഷവായുനാം നിയന്ത്രണം. വിഷവായുനാം നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മളെ വാഹനങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് വിടുന്നത്, അതുപോലെ തന്നെ വ്യവസായശാലകളിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന വായുവൊക്കെ വിഷം കലർന്നതാണ്. അതിനെ നിയന്ത്രിക്കണം. അവിടെ നമ്മളോട് 2 എണ്ണം
കൂട്ടിച്ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 കൂട്ടിച്ചേർക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. 2 4 നമുക്ക് കൂട്ടിച്ചേർക്കാം. അതിൽ 2 ഞാൻ പറഞ്ഞു തരാം. നൂതന വൃക്ഷാണാം രോപണം, പുതിയതായിട്ട് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. പിന്നെ വേറൊന്ന് നമുക്ക് മാലിന്യ നിർമാർജനം. മാലിന്യത്തെ നമുക്ക് വേണ്ട രീതിയിൽ, അതായത് പ്രകൃതിക്ക് ദോഷം വരാത്ത തരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ പ്രകൃതിയിൽ ലയിക്കുന്നവ മാത്രം നമ്മൾക്ക് മണ്ണിനടിയിലാക്കാം. പ്രകൃതിയിൽ ലയിക്കാത്തവയെ നമുക്ക് വേറെ തരത്തിൽ വേർതിരിച്ച് ആ മാലിന്യ നിർമാർജനം ആരോഗ്യകരമായ രീതിയിൽ ചെയ്യുക. അതാണ് മാലിന്യ നിർമാർജനം എന്ന് നമുക്ക് കൊടുക്കാം. ഇനി നിരുത്ഥാനി, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനാനി, സൗരോർജ പരിയോജനാനാം പ്രോത്സാഹനം, കാർബൺ രഹിത ഇന്ധനാനാം ഉപയോഗ, വിഷവായൂനാം നിയന്ത്രണം, നൂതന വൃക്ഷാണാം രോപണം, മാലിന്യ നിർമാർജനം. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനാനി, സൗരോർജ പരിയോജനാനാം പ്രോത്സാഹനം, കാർബൺ രഹിത ഇന്ധനാനാം ഉപയോഗ, വിഷവായൂനാം നിയന്ത്രണം, നൂതന വൃക്ഷാണാം രോപണം. രോപണമാണ് ആദ്യം പറഞ്ഞപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റും. മാലിന്യ നിർമാർജനം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള കൂടാതെ നമ്മൾക്ക് 2 കൂട്ടിച്ചേർക്കാനുള്ള ഒരു സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് നൂതന വൃക്ഷാണാം രോപണം. പുതിയതായിട്ടുള്ള വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, ഉള്ള വൃക്ഷങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക. അതുപോലെ തന്നെ മാലിന്യ നിർമാർജനം, അതായത് നമുക്ക് ദോഷകരമാകാത്ത രീതിയിൽ നമ്മൾ മാലിന്യത്തെ നിർമാർജനം ചെയ്യണം. അങ്ങനെ 2 നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇനി നിരുദ്ധാനി കാര്യാണി, നിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. പർവ്വതോപരി അനിയന്ത്രിതം ഖനനം, കുന്നുകളുടെയൊക്കെ മുകളിൽ നിയന്ത്രിതമല്ലാത്ത രീതിയിലുള്ള ഖനനം, കുഴിക്കൽ, അതായത് കെട്ടിടങ്ങളും മറ്റും ഉണ്ടാകാനായിട്ട് മണ്ണ് കുഴിക്കലും അങ്ങനെയുള്ള. വനഭൂമേഹി പരിവർത്തനം, വനഭൂമി കെട്ടിടങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ മലയിടിച്ച് നിരപ്പാക്കുന്ന, അങ്ങനെ പരിവർത്തിപ്പിക്കാൻ പാടില്ല. അതാണ് വനഭൂമിയുടെ പരിവർത്തനം നിരുദ്ധമായ കാര്യമാണ്. വനഭൂമിയെ ശരിക്കും നിരന്ന പ്രദേശമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മരങ്ങളൊക്കെ വെട്ടിക്കളയുകയും അതുപോലെ ഉയർന്ന സ്ഥലങ്ങളൊക്കെ നിരപ്പാക്കുകയൊക്കെ ചെയ്യുന്ന, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോഴൊക്കെയാണ് ഉരുൾപൊട്ടലും മറ്റും സംഭവിക്കുന്നത്. ജലാശയേഷു മലിനവസ്തു നിക്ഷേപ, ജലാശയങ്ങളിൽ മലിനവസ്തു നിക്ഷേപിക്കൽ. നമ്മൾ എന്ത് മാലിന്യം ഉണ്ടെങ്കിലും വെള്ളമുള്ള സ്ഥലത്ത് കൊണ്ടങ്ങോട്ട് ഇട്ടാൽ പിന്നെ അതങ്ങ് ഒഴുകി പൊക്കോളുമല്ലോ എന്ന് വിചാരിച്ചു. ഇതെല്ലാം ചെന്ന് ചേരുന്നത് എവിടെയാണ്? നമ്മൾ ഈയിടെയൊക്കെ വായിക്കാൻ ഇടയായിട്ടുണ്ട്. കടലിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ ആധിക്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് പ്ലാസ്റ്റിക വസ്തുവിനാം ജ്വാലനം. പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തിക്കൽ, അതിൽ നിന്ന് ഉയരുന്ന പുകയുടെ ശക്തി, അത് നമുക്കുണ്ടാകാവുന്ന അതുകൊണ്ട് നമുക്കുണ്ടാകാവുന്ന ദോഷങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലവണ്ണം അവബോധമുള്ളവരാണ് നമ്മൾ. കുട്ടികൾ ആണെങ്കിലും വലിയവരാണെങ്കിലും, കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ പാഠഭാഗങ്ങളിൽ സയൻസിലൊക്കെ ധാരാളം പഠിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. വൃക്ഷാണാം ഛേദനം, മരം മുറിക്കാൻ പാടില്ല. മരങ്ങൾ അധികം മുറിച്ച് കളയാൻ പാടില്ല. ദോഷകരമായിട്ട് ഒടിഞ്ഞു വീണ് കെട്ടിടങ്ങൾക്കോ ആളുകൾക്കോ നാശമുണ്ടാക്കുന്നു എന്നുള്ള മരങ്ങൾ മാത്രമേ നമ്മൾ വെട്ടിക്കളയാൻ പാടുള്ളൂ. അവിടെ നമ്മൾ ഉടനെ തന്നെ നൂതന വൃക്ഷങ്ങൾ നട്ടു വളർത്തുകയും ചെയ്യണം. അതാണ് അനുവർത്തനീയാനി കാര്യാണി എന്നുള്ളിടത്ത് നമ്മൾ നൂതന വൃക്ഷാണാം രോപണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് നിരുദ്ധമായിട്ടുള്ള മറ്റൊരു കാര്യം, ആഹാരാർത്ഥം വന്യജീവിനാം ഹനനം. നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വന്യജീവികളെ കൊല്ലുന്നു. വേട്ടയ്ക്കൊക്കെ പോയിട്ട് ആളുകൾ, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഇറച്ചിയൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകൾ വനത്തിൽ പോയിട്ട് മാനുകളെയും മ്ലാവിനെയും കാട്ടുപന്നികളെയും അതുപോലെ തിന്നാൻ കൊള്ളാവുന്ന എല്ലാത്തിനെയൊക്കെ കൊല്ലുന്നു. അത് പിന്നെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയ്ക്ക് വളരെയേറെ ദോഷം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ആഹാരത്തിന് വേണ്ടി വന്യജീവികളെ കൊല്ലാനും പാടില്ല. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, ഛാത്രാഹ സംഘശഃ ചർച്ചാം കൃത്വ, കുട്ടികളെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് സ്വയം ഓരോരുത്തരും അവനവൻ തന്നെ അസ്മിൻ വിഷയ, ഈ കാര്യത്തിൽ
പ്രബുദ്ധാഹ ഭവന്തു, ബോധമുള്ളവരായിട്ട്, ബോധ്യം വന്നവരായി തീരണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ കുട്ടികൾ ചെയ്യണം. സൗരോർജം കൊണ്ട് പിന്നെ മറ്റ് നമ്മുടെ പിന്നെ വൈദ്യുതി ഉണ്ടാക്കാനും, സൗരോർജം കൊണ്ട് വൈദ്യുതി സംരക്ഷിച്ച് അത് ഉപയോഗിക്കാനും ഒക്കെ പ്രോത്സാഹനം കൊടുക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അവരവർ തന്നെ മനസ്സിലാക്കാം. കാർബൺ രഹിത ഇന്ധനങ്ങൾ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കാം. വിഷവായുവിനെ നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാക്കാം. നമുക്ക് പറ്റുന്നിടത്തോളം നൂതന വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാലിന്യ നിർമ്മാർജ്ജനം വേണ്ട രീതിയിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കാം. പർവ്വതങ്ങളുടെ മുകളിലും മറ്റും പിന്നെ ഖനനം നടത്തുന്നത് നിയന്ത്രിക്കത്തക്ക രീതിയിൽ എല്ലാവർക്കും അവബോധം കൊടുക്കാൻ അത് ദോഷകരമാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. വനഭൂമിയെ പരിവർത്തനം ചെയ്യാൻ പാടില്ല. വനഭൂമിയെ മനുഷ്യരുടെ താമസത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടി വനഭൂമിയെ തരം മാറ്റാൻ പാടില്ല. ജലാശയങ്ങളിൽ മലിനവസ്തുക്കൾ നിക്ഷേപിക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തിക്കാൻ പാടില്ല. വൃക്ഷങ്ങൾ കണക്കറ്റങ്ങനെ മുറിച്ചു കളയാൻ പാടില്ല. ആഹാരത്തിന് വേണ്ടി വന്യജീവികളെ കൊല്ലാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ പ്രബുദ്ധരാകേണ്ടതുണ്ട്, നമ്മൾ അവബോധമുള്ളവരാകേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് വിദ്യാർത്ഥികൾ കഴിയുന്നത്ര ആ കാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവരാകുക, മറ്റുള്ളവർക്ക് പ്രബോധനം കൊടുക്കുക, അവബോധം കൊടുക്കുക. നിങ്ങൾ തന്നെയും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാഠം നമുക്ക് പഠിക്കാൻ വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം പദച്ഛേദം. ഇതോപി, അവിടെ പ്രശ്ലേഷ ചിഹ്നത്തിന് മുമ്പുള്ള ഓകാരം വിസർഗമാണ്. നമ്മൾ ധാരാളം പഠിച്ചത് തന്നെയാണത്. ഇതഹ അധികമപി രക്ഷാസംഘാശ്ച, രക്ഷാസംഘാഹ അധികം ച, ഉപയുജ്യൈവ ഉപയുജ്യ ഏവ, ഹേതുരിതി ഹേതുഹു അധികം ഇതി. ഇവിടെയൊക്കെ ഈ പദച്ഛേദത്തിൽ വ്യാകരണത്തിൻ്റെ നിയമങ്ങളുണ്ട്. നിങ്ങളോട് വ്യാകരണത്തിൻ്റെ നിയമമൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാത്തതുകൊണ്ട് നിങ്ങൾ വ്യാകരണ പഠനത്തിന് അത്ര ശുഷ്കാന്തി കാണിക്കാറില്ല. അധ്യാപകരും അതിനു വേണ്ടിയിട്ട് നിങ്ങളെ നിർബന്ധിക്കാറുമില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമുണ്ട്. അത് അടുത്ത പാഠങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ കുറേശ്ശെയായിട്ട് വ്യാകരണ അംശങ്ങൾ പറയും. ശ്രദ്ധയോടെ കേൾക്കണം. അപ്പോൾ ഇതോപി എന്നുള്ളിടത്ത് ഇതഹാധികമപി രക്ഷാസംഘാശ്ച രക്ഷാസംഘാഹ ച, അവിടെയൊക്കെ വന്ന മാറ്റങ്ങൾക്ക് വരെ നിയമം ഭാഷാശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, വ്യാകരണകർത്താക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉപയുജ്യൈവ, ഉപയുജ്യ, യാക്ക് ശേഷം ഒരു അകാരവും പിന്നെ അതിന് ശേഷം ഏകാരവും വന്നപ്പോൾ ഐ വന്നു. ഉപയുജ്യ അധികമേവ, ഹേതുഹു അധികമിതി ഹേതുരിതി. വിസർഗം രേഫമായിരുന്നു, സന്ധി ചേർത്തപ്പോൾ, സന്ധി തിരിച്ചപ്പോൾ, പദച്ഛേദം ചെയ്തപ്പോൾ അത് വിസർഗം തന്നെയായി മാറി. ഇനി വിഗ്രഹവാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഭൂസ്ഖലനേന, ഭുവഃ സ്ഖലനം ഭൂസ്ഖലനം, ഭൂമിയുടെ സ്ഖലനം ഭൂസ്ഖലനം. തേന എന്നുള്ള തൃതീയ വിഭക്തിയും കൂടെ ചേർക്കുമ്പോഴാണ് ഭൂസ്ഖലനേന എന്ന് കിട്ടുന്നത്. ഇനി ജ്ഞാതവ്യ, ജ്ഞാതും യോഗ്യ. കർത്തവ്യ എന്നാണെങ്കിൽ കർത്തും യോഗ്യ, അറിയാൻ യോഗ്യമായത്, അറിയേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. ജ്ഞാതവ്യ. കർത്തവ്യ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം ഞാൻ കൂടുതൽ പറഞ്ഞതാണ്. ആഗോളതാപനം, ആഗോളം താപനം, ആഗോളതാപനം. അതായത് ഭൂമി മുഴുവനുമുള്ള താപനമാണ് ആഗോളതാപനം. ജലോപപ്ലവേന, ജലസ്യ ഉപപ്ലവേന. അവിടെയും നമുക്ക് മുമ്പിലത്തെ പോലെ ജലസ്യ ഉപപ്ലവ, ജലോപപ്ലവ, തേന ജലോപപ്ലവേന എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. ഇനി മൃത്പാദേന, മൃദഹാത്പാദേന. പാദേന എന്ന് പറഞ്ഞാൽ പതനം. അതിൽ മണ്ണൊലിപ്പ്, പിന്നെ നമ്മുടെ മണ്ണൊലിപ്പ് മാത്രമല്ല മണ്ണിടിച്ചിൽ എന്നൊക്കെ പറയുന്നത്, അതാണ് മൃത്പാദം. പ്രചണ്ഡവാദേന, പ്രചണ്ഡേന വാദഃ, വാദേന പ്രചണ്ഡഃ വാദഃ, പ്രചണ്ഡവാദഃ തേന പ്രചണ്ഡവാദേന എന്നും പറയാം. ദുഷ്കരം, ദുഃഖേന കർത്തും ശക്യം ദുഷ്കരം. അതായത് പ്രയാസമാണ് ആ കാര്യം ചെയ്യാൻ എന്നുള്ളതാണ് ദുഃഖേന കർത്തും ശക്യം. കഷ്ടപ്പെട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ദുഷ്കരം. മിതോപഭോഗേന, മിതഃ ഉപഭോഗഃ മിതോപഭോഗഃ തേന മിതോപഭോഗേന.
പിന്നെ ന്യൂനീകരണ പ്രവർത്തനേന, ന്യൂനീകരണായ പ്രവർത്തനം, ന്യൂനീകരണ പ്രവർത്തനം. തേന എന്ന തൃതീയ വിഭക്തിയും കൂടെ ചേർക്കുമ്പോൾ ന്യൂനീകരണ പ്രവർത്തനേന. പ്രകൃതി സംരക്ഷണ പ്രവർത്തനേന, പ്രകൃതേഹേ സംരക്ഷണം, പ്രകൃതി സംരക്ഷണം. പ്രകൃതി സംരക്ഷണായ പ്രവർത്തനം, പ്രകൃതി സംരക്ഷണ പ്രവർത്തനം. തേന പ്രകൃതി സംരക്ഷണ പ്രവർത്തനേന. ഇനി അടുത്ത ഒരു പഠന പ്രവർത്തനം കൊടുത്തിരിക്കുന്നത് ഉദാഹരണാനുസാരം സംഖ്യാം സംസ്കൃത ഭാഷായാം ലിഖതു, സംസ്കൃത ഭാഷയാ ലിഖതു. ഉദാഹരണം അനുസരിച്ച് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന 4 സംഖ്യകളെ സംസ്കൃത ഭാഷയാ ലിഖതു, സംസ്കൃത ഭാഷയിൽ എഴുതൂ, ഭാഷയിലൂടെ എഴുതൂ എന്നാണ്. സംസ്കൃത ഭാഷായാം ലിഖതു, സംസ്കൃത ഭാഷയിൽ എഴുതൂ എന്നും പറയാം. ഏറ്റവും നല്ല പ്രയോഗം സംസ്കൃത ഭാഷയാ ലിഖതു എന്നുള്ളതാണ്. 267 കൊടുത്തിട്ടുണ്ട്. സപ്തഷഷ്ടിയാണ് 67. അധിക ദ്വിശതം, അതിൻ്റെ കൂടെ 200, അതാണ് അധിക ദ്വിശതം. അപ്പോൾ 267 എന്നുള്ളത് പറയുന്നത് സപ്തഷഷ്ട്യധിക ദ്വിശതം. 354, 54ന് ചതുപഞ്ചാശത്, ചതുപഞ്ചാശത്, ചതു തുകാരം തൂ കഴിഞ്ഞിട്ട് ഒരു വിസർഗം, ചതുപഞ്ചാശതധിക ത്രിശതം. 54 കഴിഞ്ഞ് 300 കൂടെ, അതാണ് ചതുപഞ്ചാശതധിക ത്രിശതം. ഇനി 821, 21 ഏകവിംശതിയാണ്. അപ്പോൾ ഏകവിംശത്യധിക അഷ്ടശതം, ഏകവിംശത്യധിക അഷ്ടശതം. ഇനി 788, 80 അശീതിയാണ്, 88 അഷ്ടാശീതിയാണ്. അപ്പോൾ അഷ്ടാശീത്യധിക സപ്തശതം. ഇനി 987, 80 അശീതിയാണെന്ന് പറഞ്ഞല്ലോ, 87 സപ്താശീതിയാണ്. അപ്പോൾ സപ്താശീത്യധിക നവശതം. ഇത് നിങ്ങൾക്ക് പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് കേട്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടെ ഞാൻ വായിക്കാം. 354 ചതുപഞ്ചാശതധിക ത്രിശതം. 821 ഏകവിംശത്യധിക അഷ്ടശതം. 788 അഷ്ടാശീത്യധിക സപ്തശതം. 987 സപ്താശീത്യധിക നവശതം. അത് കടലാസിൽ എഴുതി നമുക്ക് അയച്ചു തരുന്നതാണ്. പിന്നെ ഘടനാഹ പത്രികാവാർത്താരൂപേണ സജ്ജീകൃത്യ അവതാരയതു. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങൾ പത്രത്തിൽ ന്യൂസായിട്ട് വരുന്ന തരത്തിൽ സജ്ജീകരിച്ച് അവതാരയതു. വാഹനാപകടം, സംസ്കൃതോത്സവം, പരിസ്ഥിതി ദിനാചരണം. ഈ 3 വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് പേപ്പറിൽ വരുന്ന ന്യൂസ് തയ്യാറാക്കാൻ ശ്രമിച്ച് നോക്കണം കുട്ടികൾ. ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ പരീക്ഷ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കിട്ടിയില്ല എന്ന് ബോധ്യം വരികയാണെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിൽ തരുന്നുണ്ട്, നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ എഴുതി അയച്ചു തരുന്നതാണ്. ഇനി പരിസ്ഥിതി സമസ്യാഹ താസാം നിവാരണം ച ഇതി വിഷയം അധികൃത്യ മുദ്രാവാക്യാനി രചയിതു. പരിസ്ഥിതി സമസ്യകൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, അതിനുള്ള നിവാരണം എന്ന വിഷയത്തെക്കുറിച്ച് മുദ്രാവാക്യം രചിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും ചെയ്യാവുന്നതാണ്, നമുക്ക് നോക്കാം. ഇനി അനുബന്ധം പഠിത്വ സംസ്കൃത വാർത്താ മാധ്യമാനാം പട്ടികാം പൂർത്തീകരോതു. സംസ്കൃത വാർത്താ മാധ്യമങ്ങളുടെ പട്ടിക പൂരിപ്പിക്കാം. 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. DD ന്യൂസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ന്യൂസ് ഓൺ എയർ, അതായത് ആകാശവാണിയിലെ ന്യൂസിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 എണ്ണം നമ്മുടെ നിങ്ങളുടെ 29ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. 29ാമത്തെ പേജിൽ www നവവാണി എന്ന് കൊടുത്തിരിക്കുന്നു. നവവാണി org.in. പിന്നെ അതുപോലെ സമൃദ്ധി വാർത്തയുടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സുധർമ്മ സാൻസ്ക്രിറ്റ് ഡെയിലിയുടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പട്ടികയിലേക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനം കർത്തരി കർമ്മണി പ്രയോഗാൻ വിവിച്യ മാതൃകാനുസാരം ലിഖതു. അതെ, കർത്തരി കർമ്മണി പ്രയോഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നോക്കാം.
അലീന കവിതാം പഠതി. അലീന കവിതയെ പഠിക്കുന്നു, കവിത പഠിക്കുന്നു. നമ്മൾ മലയാളത്തിൽ കവിത പഠിക്കുന്നു എന്ന് പറയും, പക്ഷെ സംസ്കൃതത്തിൽ അങ്ങനെ കവിത പഠിക്കുന്നു എന്ന് പറയാറില്ല, കവിതയെ പഠിക്കുന്നു എന്ന് തന്നെ പറയണം. അപ്പോൾ അത് അലീന കവിത പഠിക്കുന്നു. അപ്പോൾ നമുക്കിനി കർമ്മണി പ്രയോഗത്തിൽ അലീനയാൽ കവിത പഠിക്കപ്പെടുന്നു എന്നാണ് വേണ്ടത്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അലീനയാ. അതായത് അലീന എന്നുള്ള ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദത്തിന്റെ തൃതീയ ഏകവചനം. അലീനയാ കവിത പഠ്യതേ. അലീനയാൽ കവിത പഠിക്കപ്പെടുന്നു. ഇനി അടുത്തൊരു സെന്റൻസ് കർമ്മണിയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ബാലേന വിദ്യാലയ ഗമ്യതേ. ബാലനാൽ വിദ്യാലയം പോകപ്പെടുന്നു. അത് കർത്തരി വരുമ്പോൾ ബാലക വിദ്യാലയം ഗച്ഛതി. ബാലൻ വിദ്യാലയത്തിലേക്ക് പോകുന്നു. ബാലൻ വിദ്യാലയത്തിലേക്ക് പോകുന്നു, ബാലനാൽ വിദ്യാലയത്തിലേക്ക് പോകപ്പെടുന്നു. അതാണ് കർത്തരി കർമ്മണയുടെ പ്രത്യേകം. ശിഷ്യ ഗുരും നമതി. ശിഷ്യൻ ഗുരുവിനെ നമിക്കുന്നു. അപ്പോൾ അതിൻ്റെ കർമ്മണി വരുമ്പോൾ ശിഷ്യനാൽ ഗുരു നമിക്കപ്പെടുന്നു എന്ന് വേണം. അതാണ് തൊട്ട് താഴെ കൊടുക്കുന്നത്, ശിഷ്യേണ ഗുരുഹോ നമ്യതേ. ശിഷ്യനാൽ ഗുരു നമിക്കപ്പെടുന്നു. ഇനി അടുത്തത് ഒരെണ്ണം കൊടുത്തിരിക്കുന്നത് ആദ്യം കർമ്മണിയാണ് കൊടുത്തിരിക്കുന്നത്. കർഷകേണ കൃഷി ക്രിയതേ. കർഷകനാൽ കൃഷി ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ കർത്തരി വരുമ്പോൾ കർഷക കൃഷിം കരോതി. കർഷകൻ കൃഷിയെ ചെയ്യുന്നു. അപ്പോൾ കുറച്ച് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. കർത്തരി പ്രയോഗ അനുജ പാഠം ലിഖതി. അനുജൻ പാഠം എഴുതുന്നു. അതിൽ കർമ്മണി പ്രയോഗം വരുമ്പോൾ അനുജേന പാഠ ലിഖ്യതേ. അനുജനാൽ പാഠം എഴുതപ്പെടുന്നു. ഇനി അടുത്തത് 3-4 എഴുതാൻ നമുക്ക് കോളം തന്നിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എഴുതി നോക്കാം. ഒരെണ്ണമല്ല 4 എഴുതി നോക്കാം. അഹം ഗൃഹം ഗച്ഛാമി. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ വീട്ടിലേക്ക് പോകപ്പെടുന്നു എന്നാണ് എഴുതേണ്ടത്. മയാ ഗൃഹം ഗമ്യതേ. അവിടെ കണ്ടോ, അഹം എന്നുള്ളത് പ്രഥമയായിരുന്നു. കർമ്മണി പ്രയോഗത്തിൽ അത് തൃതീയ വിഭക്തിയായി മാറി. അസ്മൃത ശബ്ദത്തിന്റെ തൃതീയ വിഭക്തി മയാ ഗൃഹം ഗമ്യതേ. വീട്ടിലേക്ക് പോകപ്പെടുന്നു. അടുത്തൊരു സെന്റൻസ് നോക്കാം. മമ മിത്രം ചലച്ചിത്രം പശ്യതി. എൻ്റെ കൂട്ടുകാരൻ സിനിമ കാണുന്നു. അപ്പോൾ കർമ്മണിയിൽ നമുക്ക് എൻ്റെ കൂട്ടുകാരനാൽ സിനിമ കാണപ്പെടുന്നു എന്ന് എഴുതണം. മമ മിത്രേണ. അപ്പോൾ മിത്രം എന്നുള്ളതിൻ്റെ തൃതീയ മിത്രേണ നമിച്ചു. മമ മിത്രേണ ചലച്ചിത്രം ദൃശ്യതേ. ഇനി ലത കഥാം ശൃണോതി. ലത കഥ കേൾക്കുന്നു, കഥയെ കേൾക്കുന്നു. കർമ്മണി പ്രയോഗം വരുമ്പോൾ ലതയാൽ കഥ കേൾക്കപ്പെടുന്നു. ലതയാ കഥ ശ്രൂയതേ. അടുത്തൊരു കർത്തരി പ്രയോഗം തൃഷാർത്ഥ ജലം പിബതി. ദാഹിക്കുന്നവൻ വെള്ളം കുടിക്കുന്നു. അപ്പോൾ അതിൻ്റെ കർമ്മണി പ്രയോഗം തൃഷാർത്ഥേന ജലം പീയതേ. തൃഷാർത്ഥനാൽ ജലം കുടിക്കപ്പെടുന്നു. അടുത്തത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഈ കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും എഴുതുമ്പോൾ പ്രയോഗ അവബോധം, അതായത് എങ്ങനെയാണത് പ്രയോഗിക്കേണ്ടത്, അവിടെ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതായത് അനുജഹ പാഠം ലിഖതി എന്നുള്ളിടത്ത് ലിഖതി എന്ന് നമ്മൾ പരസ്മൈപദ ക്രിയ ഉപയോഗിച്ചു. കർമ്മണി പ്രയോഗത്തിൽ അത് ആത്മനേപദ ക്രിയയാണ്, ലിഖ്യതേ. വന്ദതേ വന്ദേതേ വന്ദന്തേ എന്നുള്ള പോലെ തേ ആദേ അന്തേ എന്ന് അവസാനിക്കുന്നത് ആത്മനേപദ ക്രിയയാണ്. പഠതി ലിഖതി ഗച്ഛതി തീ തഹ അന്തി എന്നിങ്ങനെ അവസാനിക്കുന്ന ക്രിയാപദങ്ങൾ പരസ്മൈപദ ക്രിയകളുമാണ്. അത് മനസ്സിലാക്കണം. പിന്നെ വിഭക്തി പരിചയം വേണം. വിഭക്തി പരിചയം എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്തൃ പ്രയോഗത്തിലെ കർത്തൃപദം എല്ലാം പ്രഥമയിലാണ് ഉപയോഗിക്കുന്നത്. കർമ്മണി പ്രയോഗത്തിലേക്ക് വരുമ്പോൾ കർത്തൃപദം തൃതീയയിലാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പെട്ടെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് അത്രമാത്രം വന്നു എന്ന് വരില്ല. കുറേശ്ശെ നമുക്കിതെല്ലാം പഠിക്കാം. ഇനി വാർത്താഹ സംസ്കൃത ഭാഷയാ ജ്ഞാതും ഇതാനീം ബഹ്യഃ സുവിധാഃ സന്തി. വാർത്തകൾ സംസ്കൃത ഭാഷയിലൂടെ അറിയുവാൻ ഇപ്പോൾ വളരെയധികം സുവിധാഃ സന്തി, സംവിധാനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അന്തർജാലപുടേഷു, ഇൻ്റർനെറ്റിൽ, ദൂരദർശന മാധ്യമേഷു, ദൂരദർശനിൽ, ആകാശവാണ്യാം, റേഡിയോയിൽ,
വാർത്താഹ ഉപലഭ്യന്തേ, വാർത്തകൾ കിട്ടുന്നുണ്ട്. തേഷാം സൂചനാഹ അഥഹ ദീയന്തേ, അതിൻ്റെ സൂചന താഴെ തന്നിരിക്കുന്നു. അന്തർജാലപുടങ്ങൾ ഏതൊക്കെയാണെന്നാണ്. നവവാണി, സമ്പ്രതി വാർത്ത, സുധർമ്മ സംസ്കൃത ദിനപത്രം, ഇതിൻ്റെ എല്ലാം അന്തർജാലപുടങ്ങളുടെ വിവരങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സംസ്കൃത വാർത്ത ആകാശവാണിയിലെ രാവിലെ 6:55, വൈകുന്നേരം 6:20. പിന്നെ ദൂരദർശനിൽ ടി വിയിൽ രാവിലെ 7:25. പിന്നെ വാർത്താവലി ശനിയാഴ്ച വൈകുന്നേരം 6:00. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആത്മനേപഥ ക്രിയയുടെ ഒരു രൂപങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൃദ്ധധാതുവിൻ്റെ, വർദ്ധിക്കുന്നു എന്നർത്ഥമുള്ള വൃദ്ധധാതുവിൻ്റെ ആത്മനേപഥ ക്രിയ ലട്ടിലെ വർത്തമാനകാലത്തിലെ രൂപങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പ് വന്ദതേ വന്ദേതേ വന്ദന്തേ എന്ന് പറഞ്ഞു. അതുപോലെ വർദ്ധതേ വർദ്ധേതേ വർദ്ധന്തേ, വർദ്ധസേ വർദ്ധേതേ വർദ്ധദ്വേ, വർദ്ധേ വർദ്ധാമഹേ വർദ്ധാമഹേ. അതുപോലെ തന്നെ ഒന്നുള്ളതാണ് വന്ദതേ വന്ദേതേ വന്ദന്തേ, വന്ദസേ വന്ദേധേ വന്ദദ്വേ, വന്ദേ വന്ദാവഹേ വന്ദാമഹേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് കർത്തരി കർമ്മണി പ്രയോഗം ചെയ്യാനുള്ളത് നിങ്ങൾക്ക് പിന്നെ പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് തരും. അതുപോലെ ഈ ധാതുവിൻ്റെ കാര്യങ്ങൾ എഴുതി തരും. പിന്നെ ഇതിനകത്ത് എഴുതി തരേണ്ട കാര്യങ്ങൾ കാര്യമായിട്ടില്ല. നമുക്ക് പിന്നെ ആ ശബ്ദകോശത്തിലേക്കൊന്ന് നോക്കാം. അംഗീചക്രുഹു, അംഗീകരിച്ചു എന്നാണ്. അംഗീചകാര, അംഗീചക്രതുഹു, അംഗീചക്രുഹു. അതിന് മറ്റൊരു വാക്ക് നമുക്ക് അംഗീകൃതവന്തഹ എന്ന് സംസ്കൃതത്തിൽ കൊടുത്തിട്ടുണ്ട്. ദേ അക്സെപ്റ്റഡ് എന്ന് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. കന്നഡ നമുക്ക് നോക്കണ്ട. അഭിജ്ഞഃ, അഭിജ്ഞൻ. വിദ്വാൻ, പണ്ഡിതഃ നിങ്ങളുടെ ഉള്ളത് നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് എഴുതി വയ്ക്കാൻ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക്. ഈ വാക്കുകളെല്ലാം നോട്ട്ബുക്കിൽ, ശബ്ദകോശത്തിലെ വാക്കുകൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അതിൻ്റെ സംസ്കൃതത്തിൽ കൊടുത്തേക്കണ അർത്ഥവും മലയാളത്തിൽ കൊടുത്തേക്കണ അർത്ഥവും നിങ്ങൾ എഴുതി വെക്കണം. ഇനി അവനിഹി, ഭൂമിഹി, ഭൂമിയുടെ പര്യായപദങ്ങൾ കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാഞ്ചനം, സ്വർണം. സുവർണം എന്ന് പറയും, സ്വർണം എന്ന് പറയും, കനകം എന്ന് പറയും, ഹേമ, താടകം, അങ്ങനെ ഒരുപാട് വാക്കുകൾ സ്വർണത്തിലുണ്ട്. ഇനി ഗർവിഷ്ഠ, അഹങ്കാരി. ഗർവിത, ഗർവിഷ്ഠ എന്ന് പറയുന്ന അഹങ്കാരി. ഗർവിത. ദർപ്പിത, ദർപ്പഹ എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാണ്. അപ്പം ദർപ്പിത എന്നും കൂടെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. ചേല, വസ്ത്രം. വസനം, അംബരം, ഇതൊക്കെ വസ്ത്രത്തിൻ്റെ പര്യായപദങ്ങളാണ്. ജലോപപ്ലവ, ജലക്ഷോഭ, വെള്ളപ്പൊക്കം. തിരോഭൂത, അപ്രത്യക്ഷ, കാണാതായവൻ. ദർപ്പണ, ആദർശ, കണ്ണാടി. ദീപപതിഹി, സൂര്യ, സൂര്യൻ്റെ പര്യായപദങ്ങൾ നിങ്ങൾക്കറിയാം. രവിഹി, അർക്കഹ, ദിവാകരഹ, ദിവസ്പതിഹി, സഹസ്രകിരണഹ, ഒരുപാട് പര്യായപദങ്ങളുണ്ട്. ഭാസ്കരഹ എന്നൊക്കെ ഒരുപാട് പര്യായപദങ്ങളുണ്ട്. ഇനി ധരണി, ഭൂമി. ഉർവി, വസുന്ധര, ധര, ധരിത്രി, ക്ഷോണി, ക്ഷിതി, ഈ വാക്കുകളെല്ലാം ഭൂമിയുടെ പര്യായപദങ്ങളായിട്ട് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. നാഗഹ, സ്വർഗഹ. നികാമം, യഥേച്ഛം, ഇഷ്ടപ്രകാരം. നിയതം, നിശ്ചയേന, തീർച്ചയായും, ഷുവർലി എന്നൊക്കെ ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. നീരം, ജലം, തോയം, വാരി, സലിലം, പര്യായപദങ്ങളാണ്. പയോദഹ, മേഘഹ, ഘനഹ, ഒരുപാട് വാക്കുകൾ അതിൻ്റെ ഉണ്ട്. പല്ലവഹ, കിസലയഹ, തളിര്. പൂർവസ്യാം ദിശി, പൂർവസ്മിൻ ദിഗ്വിഭാഗേ, കിഴക്കേ ദിക്കിൽ. പ്രചണ്ഡവാതഹ, ഛഞ്ചാവാതഹ, കൊടുങ്കാറ്റ്. ഭൂഷയതി, അലങ്കരോതി. ഭൂസ്ഖലനം, ഭൂഭ്രംശഃ, ഉരുൾപൊട്ടൽ. മാധവഹ, വസന്തർത്തുഹു, വസന്ത ഋതു, വസന്തകാലം, സ്പ്രിംഗ് സീസൺ എന്നർത്ഥം. മൃത്പാതഹ, ഭൂസ്ഫോടഹ, മണ്ണിടിച്ചിൽ. അവിടെയും ഉരുൾപൊട്ടൽ എന്നൊക്കെ അർത്ഥം എടുക്കാം. രാതി, ദദാതി, നൽകുന്നു. വയതേ, വയനം കരോതി, നെയ്യുന്നു, വസ്ത്രം നെയ്യുന്നു. വർഷാകാർമുകം, ഐന്ദ്രചാപഹ, മഴവില്ല്. വസുധാഭൂമി നമ്മൾ പഠിച്ചു.
ശൈവലിനി നദി, കല്ലോലിനി തരങ്കിണി തടിനി ഇതൊക്കെ നമ്മൾ പറയും, ഞാൻ എഴുതിത്തരം ചെയ്തിട്ടുണ്ട്. സാരമേഹ ശുനകഹ ശ്വാ കുക്കുരഹ സേതുഹു നാഗുഹു പാലം സൗരഭവാഹ വായുഹു അനിലഹ വാതഹ പവനഹ ഇതൊക്കെ അതിൻ്റെ പര്യായപദങ്ങളാണ്. സ്ഥലസേന കരസേന എന്നർത്ഥം. സ്ഥലേ വിന്യസ്ത സേന കരസേന എന്നർത്ഥം. ഈ ശബ്ദകോശത്തിലെ എല്ലാ വാക്കുകളും സംസ്കൃത വാക്കുകളുടെ അർത്ഥവും കൊടുത്ത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കണം. അപ്പോൾ ഏകദേശം ഈ പാഠത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് സംശയമുള്ളത് എന്നോട് വിളിച്ച് ചോദിക്കാം. ഇവിടെ ഒരു ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദം വാർത്ത എന്ന ശബ്ദം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലത എന്ന ശബ്ദം ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, കുറച്ച് കുട്ടികളെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ലത, ലതേ, ലതാഹ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദം. അപ്പോൾ സംസ്കൃതം പഠിക്കുമ്പോൾ വിഭക്തി പ്രത്യയങ്ങളും വാക്കുകളുടെ അർത്ഥമൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ ശബ്ദങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോൾ ബാലശബ്ദം, അകാരാന്ത പുല്ലിംഗത്തിലെ ബാലശബ്ദം 5ാം ക്ലാസ്സിൽ തന്നെ പഠിക്കേണ്ടതാണ്, പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവിടെ തന്നെ 6ാം ക്ലാസ്സിൽ അവിടെ 1ലെ 5ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ നിങ്ങൾ സ്ത്രീലിംഗത്തിലെ ലതാശബ്ദവും അതുപോലെ തന്നെ നപുംസകലിംഗത്തിലെ വനം ശബ്ദവും ഒക്കെ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ആകാരാന്ത സ്ത്രീലിംഗത്തിലെ മറ്റൊരു വാക്ക് ഇവിടെ എല്ലാ 7 വിഭക്തികളുടെ സംബോധന പ്രഥമ ഉൾപ്പെടെ 8 എണ്ണം കൊടുത്തിട്ടുണ്ട്. പ്രഥമ വാർത്ത, വാർത്തേ, വാർത്താഹ. സംബോധന പ്രഥമ ഹേ വാർത്തേ, ഹേ വാർത്തേ, ഹേ വാർത്താഹ. ദ്വിതീയ വാർത്താം, വാർത്തേ, വാർത്താഹ. തൃതീയ വാർത്തയാ, വാർത്താഭ്യാം, വാർത്താഭിः. ചതുർത്ഥി വാർത്തായൈ, വാർത്താഭ്യാം, വാർത്താഭ്യः. പഞ്ചമി വാർത്തായാഹ, വാർത്താഭ്യാം, വാർത്താഭ്യः. ഷഷ്ഠി വാർത്തായാഹ, വാർത്തയോः, വാർത്താനാം. സപ്തമി വാർത്തായാം, വാർത്തയോः, വാർത്താസു. ഇനി അതിൻ്റെ പര്യായപദങ്ങൾ. വാർത്ത എന്നുള്ളതിൻ്റെ പര്യായപദം വാർത്ത, പ്രവൃത്തി, വൃത്താന്തഃ, ഉദന്തഃ. പ്രവൃത്തി, വൃത്താന്തം, ഉദന്തം 3 പര്യായപദങ്ങളാണ്. സമസ്യ പ്രശ്നം എന്നുള്ളതിനാണ്. സമസ്യ, സമാസാർത്ഥ, കിംവദന്തി, ജനശ്രുതി, ഹേതുഹു കാരണം, ബീജം, നിദാനം, ആദികാരണം. അവിടെ തു എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ത്വാദികാരണം എന്ന് പറഞ്ഞാൽ തു അധികം ആദികാരണമാണ്. മൂലം എന്നൊക്കെ നമുക്ക് പറയാം ഹേതുവിന്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എഴുതി അയക്കുന്നതായിരിക്കും. കർത്തരി കർമ്മണി പ്രയോഗം, അതുപോലെ സംഖ്യ എഴുതാനുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ വാർത്ത എഴുതാനുള്ളത് കുട്ടികളെല്ലാവരും ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് കിട്ടാത്ത ആളുകൾ വിളിച്ച് ചോദിച്ചാൽ വാർത്ത എഴുതിയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സന്ധിയും വിഗ്രഹവും പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല, പുസ്തകത്തിൽ നോക്കി പഠിക്കാനുള്ളതേ ഉള്ളൂ. അതുപോലെ അനുവർത്തനീയാനി കാര്യാണി, നിരുദ്ധാനി കാര്യാണി എന്നുള്ളിടത്തും അനുവർത്തനീയാനി എന്നുള്ളിടത്ത് നൂതന വൃക്ഷാണാം രോപണം, മാലിന്യ നിർമാർജനം 2 എണ്ണം കൂട്ടിച്ചേർക്കാം. അത് പ്രത്യേകിച്ച് എഴുതി അയക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നണില്ല. നിരുദ്ധാനി കാര്യാണി എന്നുള്ളിടത്ത് വൃക്ഷാണാം ഛേദനം ക്ലാസ് കേൾക്കുമ്പോൾ അതിൽ പാഠപുസ്തകത്തിലേക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കാം. പിന്നെ നിരുദ്ധാനി കാര്യാണി എന്നുള്ളിടത്ത് മറ്റൊന്നും കൂടി ആഹാരാർത്ഥം വന്യജീവിനാം ഹനനം. ആഹാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ചർമ്മം തോലിന് വേണ്ടിയോ ഒക്കെ വന്യജീവികളെ കൊല്ലുന്നത് നിരുദ്ധമായ കാര്യമാണ്, നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നിങ്ങൾക്ക് എഴുതി അയക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നണില്ല. അപ്പോൾ കർത്തരി കർമ്മണി പ്രയോഗവും അതുപോലെ തന്നെ സംഖ്യയും എഴുതി അയക്കുന്നതാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു. പര്യായപദങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ അതും കൂടി എഴുതി അയക്കാം. അപ്പോൾ പ്രത്യേക ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അകാരാന്ത പുല്ലിംഗത്തിലെ ബാലശബ്ദവും ആകാരാന്ത സ്ത്രീലിംഗത്തിലെ സീത അല്ലെങ്കിൽ രമ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ശബ്ദവും നപുംസകലിംഗത്തിലെ പിന്നെ വനമെന്ന ശബ്ദമോ പുഷ്പമെന്ന ശബ്ദമോ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. 8ാം ക്ലാസ്സിലാവുമ്പോഴത്തേക്കും ഈകാരാന്തത്തിലെ കവിശബ്ദം, ഉകാരാന്തത്തിലെ ഗുരുശബ്ദം, ഋകാരാന്തത്തിലെ പിതൃശബ്ദം ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ പഠിക്കേണ്ടതുണ്ട്. അത്
നിങ്ങളെ ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ അതും കൂടി പഠിച്ചാലാണ് നമുക്ക് പിന്നീടുള്ള പാഠങ്ങളിലേക്ക് വരുമ്പോൾ വായിച്ചാലൊക്കെ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് പഠിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സഹായം അത്തരത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിക്കുക, ആവശ്യപ്പെടുക, ഒക്കെ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മിടുക്കരായിട്ട് പഠിക്കണം. അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രത്യേകം ഞാൻ പറയുന്നു, ശബ്ദകോശം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന എല്ലാ സംസ്കൃത വാക്കുകളും നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് പുസ്തകത്തിലുണ്ടല്ലോ വായിച്ചാൽ പോരെ എന്ന് വിചാരിച്ചിരിക്കരുത്. ഞാനത് വായിക്കുമ്പോൾ ഞാൻ ഓരോന്നിനെയും പര്യായപദങ്ങളടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ദീപപതി സൂര്യൻ്റെ നമ്മൾ തന്നിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയില്ലെങ്കിൽ അതും കൂടിയൊക്കെ ഇതിൽ ആവശ്യമുള്ളതും കൂടിയൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഒക്കെ എല്ലാവരും മിടുക്കരായിട്ട് പഠിക്കുക, സംശയങ്ങൾ ചോദിക്കുക. 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് കയറുമ്പോഴത്തേക്കും സംസ്കൃതം നല്ലോണം അറിയാവുന്നവരായി മാറുക. ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ്. നിങ്ങളത് സഫലീകരിക്കുമെന്ന് വിചാരിക്കുന്നു. സംസ്കൃതം പഠിച്ചു കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ +2 വരെയോ സംസ്കൃതം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും നമ്മളോട് സംസ്കൃതത്തിൻ്റെ ഏതെങ്കിലും ഒരു 4 വരി പദ്യമോ അല്ലെങ്കിൽ ചെറിയ ഒരു പാരഗ്രാഫോ വന്നിട്ട് മോനെ ഇന്ത്യയുടെ അർത്ഥം പറഞ്ഞു അല്ലെങ്കിൽ മോളെ ഇന്ത്യയുടെ അർത്ഥം പറഞ്ഞെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരിക്കാൻ പാടില്ല നിങ്ങൾ. എല്ലാം പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന ഒരവസ്ഥയിലായിരിക്കണം.